എല്ലാവരും നല്ലത് പറയണം. അനൂപിന്റെ കടയിൽ പോയി നല്ല ഫുഡ് കിട്ടും എന്ന് പറയണം. അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അവന്റെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ട്, അങ്ങനത്തെ ഒരു നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, ആർക്കെങ്കിലും ഉണ്ടാവും. എന്നാൽ കഴിയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ല, മാക്സിമം പറ്റുന്നില്ല ചെയ്യുന്നുണ്ട്. സത്യം സന്തോഷം മാത്രമേ ഉള്ളൂ പറയാം. അറിയാലോ, 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലോട്ടറി അടിച്ച് എന്ത് ചെയ്യുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ പറയുന്നു. ഇതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. എനിക്ക് 2 വർഷം സ്റ്റഡി ചെയ്ത് ഞാൻ എന്റെ സ്വപ്നത്തിലോട്ട് വന്നു. ഈ ഹോട്ടൽ തുടങ്ങുന്നത് മുമ്പേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ദൈവത്തിന്റെ സപ്പോർട്ടും എല്ലാവിധ മംഗളങ്ങളും എനിക്കിപ്പോ ആയിട്ടുണ്ട്. അതിന് കൊച്ചിലോട്ട് എനിക്ക് ഫുഡിനോട് ഭയങ്കര, എന്നെ കണ്ടാൽ തന്നെ അറിയാലോ എങ്ങനെയാണെന്ന്. ഈ പണ്ടേ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അത് കഴിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഉണ്ടാക്കാൻ ഭയങ്കര ആവേശമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ച് എനിക്ക് മറ്റുള്ളവർക്കും ഫുഡ് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഈ മേഖലയിൽ വന്നത്. കാരണം വലിയ പൈസ ഇല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഫുഡ്, അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിപ്പം അതായത് രണ്ടാമത്തെയാണ്. ഒന്നതിന് മുമ്പ് വലിയ ശാല തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഇത് രണ്ടാമത്തെയാണ്. മുന്നോട്ട് ഇങ്ങനെ പോകണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച, അല്ലാതെ പുറത്തു പോയി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ദുബായിൽ അജ്മാനിലുണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ എക്സ്പീരിയൻസ് എന്നാൽ കഴിയുന്ന രീതി. പിന്നെ സപ്പോർട്ടായിട്ട് എനിക്ക് 2-3 ആൾക്കാരുണ്ട്. അടിപൊളിയായിട്ട് ഇപ്പം പോകുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ബിരിയാണി രാവിലത്തെ ബൊഫയാണ് നമുക്ക് മെയിൻ. രാവിലെ ബൊഫ വരുന്നത് 7:30 to 9 വരെയാണ്. അതിൽ നമുക്ക് ബെറോട്ട, പുട്ട്, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി ഐറ്റം കാണും. പിന്നെ മുട്ടക്കറി, കടലക്കറി, അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം വരുന്നുണ്ട്. 110 രൂപയേ ഉള്ളൂ റേറ്റ്. അൺലിമിറ്റഡ് ആണ്, എത്ര വേണം കഴിക്കാം. പൈസ പാക്കറ്റ് കുറച്ച് വയറ് നിറയ്ക്കാം, സന്തോഷത്തോടെ പോവാം. അത്രേ ഉള്ളൂ. ആർക്കും എന്തുകൊണ്ടില്ലേ പറയാം, തുറന്നു പറയാം. കാരണം എന്റെ നമ്പറുണ്ട്, എന്നെ വിളിച്ച് പറയാം. കാരണം ഞാൻ ഇല്ലെങ്കിൽ എന്റെ കസ്റ്റമറിന് എന്തെങ്കിലും പെരുമാറ്റം ദൂഷ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം. കാരണം പലരും പല രീതിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഇത് എന്തും അവരെ സന്തോഷത്തിനനുസരിച്ച് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് 2 വർഷം ഞാൻ വെയിറ്റ് ചെയ്തതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് തുടങ്ങിയത്. അതും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അവിടെ നല്ല റീച്ച് ഉണ്ടോ, അവിടെ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നല്ല കച്ചവടം കാര്യങ്ങളുണ്ട് അവിടെ. എല്ലാം അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. തുടങ്ങിയതിനു ശേഷം എല്ലാ ആൾക്കാരും സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. എല്ലാം പോകുന്നുണ്ട്. കാരണം ഞാൻ എത്രത്തോളം നന്നായിട്ട് കൊടുക്കും അത്രത്തോളം സപ്പോർട്ട് വരെയും കാണും. ഇല്ല, ലോട്ടറി കട ഇപ്പൊ എന്റെ മാമിന് വേണ്ടി തുടങ്ങിയത്. പുള്ളിക്കാരന് ചില ഹെൽത്തിന്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നത്. അത് വരുന്നുണ്ട്. അതിപ്പോ വീട്ടില് മുമ്പത്തെ പോലെ ഇല്ല. ഇപ്പൊ നമുക്ക് സാധാരണ ഇപ്പൊ ഫോണിൽ കൂടെയൊക്കെ വരുന്നുള്ളൂ. എന്നാൽ കഴിയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ല, മാക്സിമം പറ്റുന്നില്ല ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മുമ്പത്തെ ഒരു പ്രശ്നങ്ങളിൽ കാരണം കുറച്ച് വരെ പിണക്കങ്ങളും കാര്യങ്ങളുണ്ട്. അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അവന്റെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ട്, അങ്ങനത്തെ ഒരു നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, ആർക്കെങ്കിലും ഉണ്ടാവും. അതാരും തെറ്റല്ല. നമ്മളെ സാഹചര്യം എങ്ങനെ ഇരിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. അതൊക്കെ തരണം ചെയ്ത് പോകുന്നുണ്ട്. മൊത്തത്തിൽ ഓട്ടത്തിലാണ്. ഇല്ല, അത് കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചെയ്യുന്നില്ല. എല്ലാ ഫുൾ ശ്രദ്ധ ഇപ്പൊ ഞാൻ ഹോട്ടലിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നല്ലത് പറയണം. അനൂപിന്റെ കടയിൽ പോയി നല്ല ഫുഡ് കിട്ടും എന്ന് പറയണം. അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതെ അതെ, നല്ല രീതിയിൽ. അതായത് എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ കട, നല്ല ഫുഡ്. നമ്മളിപ്പോ ഞാൻ പല സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡ് കിട്ടുന്ന കടയുണ്ട്, നല്ല ഫുഡ് ഉണ്ടായിട്ട് അവിടെ കസ്റ്റമറെ പെരുമാറ്റം കൊണ്ട് അത് പൂട്ടി പോകുന്ന കടകളുണ്ട്. അപ്പൊ ഇത് രണ്ടും മെയിൻറ്റെയിൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നടത്തുന്നവർക്ക് അതിനെ പറ്റി അറിയാവും. അപ്പൊ അതെല്ലാം നോക്കി കണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പുതിയ ഇപ്പൊ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഹോട്ടലിൽ മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് ഇറങ്ങി വെച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ വേറെ ഒന്നും ഇറങ്ങുന്നില്ല. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ ഇതേപോലെ തുടങ്ങാം. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതുകൊണ്ട് എല്ലാ നമ്പറൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് വലുതായിട്ടൊന്നുമില്ല, ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നല്ല സെയിം അക്കൗണ്ട് ടിക്കറ്റ് വരും, അതിലെടുക്കും. ഇപ്പൊ പിന്നെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഡെയിലി ഇപ്പൊ 1 കോടി വെച്ച് ആക്കിയിട്ടുണ്ട്. കോടീശ്വരം എണ്ണ കൂടി വരികയാണ്. ലോട്ടറി എടുക്കുന്നത് വേറെ ഒന്നും പറയില്ല. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ ലോട്ടറി എടുത്തിട്ട് കട കയറിയ ആൾക്കാരുണ്ട്. അതായത് 25 ലക്ഷം 30 ലക്ഷം വരെ ലോട്ടറി എടുത്ത് കളഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആഴ്ചയിലോ ഡെയിലിയോ നമ്മൾ കഴിയുന്ന രീതിയിൽ 1 or 2 എടുക്കുക. ബാക്കി ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ ഞാൻ ഇപ്പൊ 4-5 കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാനുള്ളത് ഒന്നിലായാലും നമുക്ക് കിട്ടും. അത് മതി, അങ്ങനെ എടുക്കുക. വരാനുള്ള ഭാഗ്യം എപ്പോഴായാലും നമ്മൾ തന്നെ വരും. അത് നമ്മൾ ദൂഷ്യം ചെയ്യാതിരിക്കുക. കിട്ടിയോടം പൈസ അടിച്ചു കളയാതിരിക്കുക. അപ്പൊ എനിക്ക് എല്ലായിടത്തും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇത് കട വരുന്നത് കൈതമുക്ക് ജംഗ്ഷനിലാണ്. അമ്മൻകോവിലിന്റെ അടുത്തായിട്ട് എല്ലാവരും വരിക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. എന്ത് കുറ്റവും കുറവുണ്ടെങ്കിൽ തുറന്ന് പറയുക. അതനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകണം. കാരണം ഇനി ഇത് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകുക. പുതിയ കടയുടെ പേര് ഹാപ്പി റെസ്റ്റോറന്റ് ആണ്. കൈതമുക്കിലാണ് കട ഇരിക്കുന്നത്. കൈതമുക്ക് അമ്മൻകോവിലിന്റെ അടുത്തായിട്ടാണ് കട. കട ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. തുറന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന നമുക്ക് ബൊഫേ ഉണ്ട്. രാവിലെ 7:30 to 9:30 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. അതിൽ വീക്ക്ലി വൺസ് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യും. ബാക്കി നമ്മളെ നോർമൽ ഫുഡ്, ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, പൊറോട്ട, അപ്പം, പിന്നെ മുട്ടക്കറി,
കടലക്കറി, സാമ്പാർ, പപ്പടം, ചായ, ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ വീക്ക്ലി വൺസ് ആകുമ്പോൾ ഒന്ന് ചിക്കനോ ബീഫോ ഏതെങ്കിലും ആയിട്ട് ആഡ് ചെയ്യും. കുറഞ്ഞ വിലയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കുക, അതിനാണ് നമ്മളെ കോൺസെപ്റ്റ്. അതുപോലെ നമ്മുടെ ഫുഡൊക്കെ വില കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല. നമ്മളെല്ലാം ഒരു മിനിമം റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ ഭക്ഷണം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കടയ്ക്ക് പേര് തന്നെ ഹാപ്പി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ് കൊടുത്തത്. പറഞ്ഞവരെല്ലാം സന്തോഷമായിട്ട് പോകണം, അതാണ് നമ്മൾ ആഗ്രഹം. ഇപ്പോഴും എടുക്കാറുണ്ട്, ഒരുപാട് എടുക്കാറില്ല. നമ്മള് ലോട്ടറി എടുക്കാൻ നിർത്തിയിട്ടൊന്നുമില്ല, എടുക്കാറുണ്ട്. 1-2 കൊച്ചിൻ എതിരെ അങ്ങനെ നിങ്ങൾ ഒരുപാട് എടുക്കൂല, ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങനെ നമ്മൾ എടുക്കാറില്ല. 1-2 ഒക്കെ ബമ്പറൊക്കെ എടുക്കാറുണ്ട്. ഹസ്ബൻഡിന്റെ കൂടെ തന്നെയാണ് ഫുൾ ടൈം. രണ്ടുപേരും മാറി. നമുക്ക് വേറൊരു കടയും കൂടെ ഉണ്ട്, വലിയ ശാല രുചിക്കട. അതൊരു ചെറിയ കടയാണ്. അവിടെയും നമ്മൾ രണ്ടുപേരും കൂടെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട് അവിടെ. എല്ലാവർക്കും നല്ല അഭിപ്രായം, ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയാനുണ്ട്. ഇനി എല്ലാവരും വരണം, നന്നായിട്ട് ആഹാരമൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം, അഭിപ്രായം പറയണം. എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയണം. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തെറ്റുകളൊക്കെ തിരുത്താൻ നമ്മൾ നല്ലോണം ശ്രമിക്കും. വീട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഉദ്ഘാടനത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ 2ാമത്തെ ദിവസമാണ്, 3ാമത്തെ ദിവസമാണ്.